വരൂ. സർ, ഇവര് പറയുന്നത് പറഞ്ഞോളൂ. 3 വർഷം മുമ്പ് മരണപ്പെടും വരെ കൃഷ്ണൻ എൻ്റെ ഭർത്താവായിട്ട് തന്നെയാണ് സർ ജീവിച്ചത്. 44 വർഷം കൂടെ ഉണ്ടായിരുന്നു സർ. അദ്ദേഹം കെട്ടിയ താലി ഓർമ്മയ്ക്കായി ഒരു മഞ്ഞച്ചരട് കോർത്ത് ഞാൻ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇതിൽ കൂടുതൽ തെളിവ് ഞാൻ എങ്ങനെ തരാനാ? നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല തവളെ. ഇവനെ കൊണ്ട് വിളിച്ചോണ്ട് ആരാ പറഞ്ഞേ? പുറത്തു പോകാനാ പറഞ്ഞത്. എന്താ ഇത്? എന്താ ഇതെന്നാ ചോദിച്ചത്? എന്താ ജോൺ ഈ അമ്മയുടെ അപേക്ഷ ഇത്ര ക്രൂരമായി നിഷേധിക്കാൻ കാരണം? അതിന്റെ കൃത്യമായ ഒരു എക്സ്പ്ലനേഷൻ ജോൺ എനിക്ക് തന്നേ പറ്റൂ. അവരിതുവരെ ശരിക്കുള്ള പേപ്പറും തന്നിട്ടില്ല. 2018 വെള്ളപ്പൊക്കത്തിൽ വീടടക്കം ഒലിച്ചു പോയവർക്ക് എന്ത് രേഖകൾ വാങ്ങിയാ അവർക്ക് പുനരധിവാസത്തിനുള്ള ഫണ്ട് അനുവദിച്ചു തന്നത്? അതിൽ ഭർത്താവ് നഷ്ടപ്പെട്ട ഭാര്യമാരുണ്ടായിരുന്നു, ഭാര്യ നഷ്ടപ്പെട്ട ഭർത്താക്കന്മാരും ഉണ്ടായിരുന്നു, അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട കൊച്ചു കുട്ടികളുണ്ടായിരുന്നു. ഇവർക്കെല്ലാം സഹായങ്ങൾ നൽകിയത് അവര് നൽകിയ സർട്ടിഫിക്കറ്റുകളുടെ പുറത്തായിരുന്നു. നിങ്ങൾക്ക് അവര് പറയുന്നത് വിശ്വസിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പോയി അന്വേഷിക്കണം മിസ്റ്റർ. ഇല്ലെങ്കിൽ ആളെ വിട്ട് അന്വേഷിക്കണം. നീതി അവർക്ക് കിട്ടേണ്ട അവകാശമാണ്, അല്ലാതെ നമ്മുടെ ഒന്നും കാരുണ്യമല്ല. മാഡം, ഞാൻ പോയി അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുത്തതാ മാഡം. അതാണ് അവിടെ ചിതറി കിടക്കുന്നത്. മിസ്റ്റർ ജോൺ എബ്രഹാം എന്തു പറയുന്നു? ഇന്ന് വൈകിട്ട് ഈ അമ്മയും കൊച്ചുമോളും ഇവിടുന്ന് ഫണ്ടും കൊണ്ടുപോകുന്ന രീതിയിൽ കാര്യങ്ങൾ നീക്കണം. എന്നിട്ട് നല്ല മനസ്സോടെ ആ തുക അവരുടെ കയ്യിലേക്ക് വെച്ചു കൊടുക്കണം. നിങ്ങളുടെ വീട്ടിലും കാണില്ലേ ഇത്രയും പ്രായം ചെന്നൊരു സ്ത്രീ? ആ അമ്മയ്ക്കാണ് ഇങ്ങനൊരു ഗതി വന്നതെങ്കിൽ നിങ്ങൾക്കത് സഹിക്കാനാവോ?